ഓണം ഹിന്ദുക്കളുടെ ആചാരമാണ്. ഒരു ക്രിസ്ത്യാനി പോലും ഓണം ആഘോഷിക്കരുത് എന്ന് രണ്ട് പള്ളിയിലച്ചന്മാരാണ് പറയുന്നത്. പള്ളിയിലച്ചന്മാർ പറയുന്നത് ഞാൻ സൈഡിൽ വെച്ചു തരാം. അതിനുശേഷം മൂന്ന് സ്വാമിമാർ രംഗത്ത് വന്നിട്ടുണ്ട്. മൂന്ന് സ്വാമിമാര് ഓണം ആരുടെ ആഘോഷമെന്ന് ക്ലിയറായി പറയുന്നുണ്ട്. ഞാൻ അതും വെച്ചു തരാം പൊന്നു പ്രേക്ഷകരെ. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. നല്ലവരായ ക്രിസ്ത്യാനികളോട് ഒരു കാര്യം പറയാം. എനിക്ക് പേഴ്സണലി അറിയത്തില്ല. അതായത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മതം ഓണം ആഘോഷിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാതിരിക്കാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യം തന്നെ ഞാനൊരു സോറി ചോദിക്കുന്നു. അതായത് നിലവിൽ പള്ളിയിലച്ചന്മാർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായത് കൊണ്ടാണ് ഈ ഒരു കോണ്ടന്റ് എടുത്തത്. പള്ളിയിലച്ചന്മാർ പച്ചക്ക് വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം പൊന്നു പ്രേക്ഷകരെ. അതായത് ഓണം ആഘോഷിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതായത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഓണസദ്യ കഴിച്ചവരാണോ, അല്ലെങ്കിൽ മറ്റന്നാള് ഇന്നോ നാളെയോ കഴിക്കാൻ പ്ലാൻ ഇടുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം അച്ഛൻ പറയുന്നത് കേൾക്കാം. കുറെ അച്ഛന്മാര് പറയുന്നുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സ്വാമിമാർ പറയുന്നതും എല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ, അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ. ഒത്തിരി ഉന്നതമായ പ്രത്യാശ നമുക്കുള്ളത്. സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും. അതിലേക്ക് കാണാൻ വരുന്നൊന്നുമല്ല, നമ്മളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ. നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആർക്കും പാതാളത്തിൽ പോകണ്ട. ഞങ്ങളുടെ അതിനോട് യാതൊരു താല്പര്യമില്ല. പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ്. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരുടെ ഓണം പരിപാടി അവർക്ക് കൊടുത്തേക്കാം. നമുക്ക് വേണ്ട. ഓക്കെ, ഈ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഒഴിവാക്കിയതാണ്. ഒരാളല്ലേ പറഞ്ഞത്, എന്തെങ്കിലും വിവരമില്ലാതെ ആയിട്ടുണ്ടാവുന്നാണ് വിചാരിച്ചത്. എന്നാൽ ഒരു മെയിനായിട്ടുള്ള അച്ഛനും പറയുന്നുണ്ട്. ഒരു കാര്യം പറയാൻ പൊന്നു പ്രേക്ഷകരെ, ഞാൻ പേഴ്സണലി പഠിച്ചത് ഓണമെന്ന് പറയുന്നത് ഒരു ജാതിയുടെ ഓണമല്ല. അതായത് ഓണം കേരളത്തിന്റെ ഒരു ഉത്സവമായിട്ടാണ് ഞാൻ പേഴ്സണലി. ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഓണം, ദീപാവലി, പെരുന്നാള്, മീലാദ് എല്ലാം ആഘോഷിക്കുന്ന ഒരാളാണ്. നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചാൽ എല്ലാം എല്ലാം അങ്ങോട്ട് ആഘോഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു പള്ളിയിലച്ഛൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. ഓക്കെ, ആയിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ഇതേക്കുറിച്ച് ചെറിയൊരു വിശദീകരണവും കൂടെ ഈ ഓണത്തിന്റെ സീസൺ കഴിയുകയാണ് എങ്കിൽ പോലും നൽകേണ്ടത് ആവശ്യമാണ് എന്ന് പല വ്യക്തികളും ഒരു കലക്കം പങ്കുവെക്കുകയുണ്ടായി. ചിന്താക്കുഴപ്പം. ഇത് വെറും ഒരു വിളവെടുപ്പ് ഉത്സവമല്ലേ, കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമല്ലേ, തലമുറകളായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നതല്ല, ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു പ്രത്യേക ചിന്തയുമായിട്ട് ഈ അച്ഛനും ഇതുവരെ വേറെ ചില അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത് എന്നൊരു ചിന്ത പറയുകയുണ്ടായി. ഓണത്തെക്കുറിച്ച് നമ്മൾ അല്പമൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തൃക്കാക്കര അമ്പലവുമായിട്ട് ഓണ ആഘോഷത്തിന് വളരെ ആഴപ്പെട്ട ബന്ധമുണ്ട്. തൃക്കാക്കര എന്നുള്ള പേര് തന്നെ വരുന്നത് തിരുകാൽക്കര എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വാമനമൂർത്തിയാണ് തൃക്കാക്കര അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ വാമനനായിട്ട് വിഷ്ണു അവതരിച്ചത്, വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് ഈ തൃക്കാക്കരയിലാണ്. അവിടെ തൃക്കാക്കരയിലായിരുന്നു മഹാബലിയുടെ സ്ഥാനം എന്നുമൊക്കെ ഈ കഥകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഓക്കെ, അച്ഛൻ പറയുന്ന ബാക്കി വെച്ച് തരാം. അതായത് അച്ഛൻ പറയുന്നത് ഓണം ഒരു അമ്പലം, തൃക്കാക്കര അമ്പലവുമായി ബന്ധപ്പെട്ടാണ് ഓണം ഉണ്ടായത് എന്നാണ്. എനിക്കറിയത്തില്ല. ചരിത്രം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ബാക്കിയും കൂടി കേൾക്കാം. തൃക്കാക്കര എന്ന പേര് തന്നെ കാണിക്കുന്നത് ഈ മഹാബലിയോട് ബന്ധപ്പെട്ട വാമനമൂർത്തിയുടെ തിരുക്കാലിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. തൃക്കാക്കര അമ്പലത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് ഓണാഘോഷം തന്നെയാണ്. 10 ദിവസത്തെ ആഘോഷമൊക്കെ. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ വാമനമൂർത്തി ആണെങ്കിലും മറ്റു പല പ്രതിഷ്ഠയ്ക്കും ഒപ്പം മഹാബലിയെയും അവിടെ ഒരു പ്രതിഷ്ഠയായിട്ട് ഇരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തൃക്കാക്കര അമ്പലത്തിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട നടത്തിയ ആഘോഷങ്ങൾ എല്ലാം ഈ മഹാബലിയെ, ഓണത്തപ്പനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓണസദ്യയും ഓണക്കോടിയും അതുപോലെ തന്നെ പൂക്കളവിടലും തിരുവാതിര കളിയും എല്ലാമായിട്ട് നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. ഇതേക്കുറിച്ച് ചരിത്രം ഞാൻ വായിച്ചപ്പോൾ മഹോദയപുരം ആസ്ഥാനമാക്കിയുള്ള ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് കേരള പ്രദേശത്തെ 60ഓളം നാട്ടുരാജ്യങ്ങൾ കഴിഞ്ഞിരുന്ന ആളുകളിൽ ഈ ഓണ ആഘോഷത്തിനായിട്ട് ചേര രാജാക്കന്മാർ ഇവിടെ എത്തിയിരുന്നുവെന്നും മറ്റു നാട്ടുരാജാക്കന്മാർ ഒരുമിച്ച് കൂടിയിരുന്നുവെന്നുമാണ്. എന്നാൽ ഏതോ ഒരു അവസരത്തിൽ അപ്പുറം ഒരുമിച്ച് കൂടാനും ജനങ്ങളെല്ലാം കൂടി ഈ ആഘോഷം നടത്താനും പറ്റാതെ വന്ന സാഹചര്യത്തിൽ ചേര മഹാരാജാവ്
ഒരു വിളംബരം വഴി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഓക്കെ, അച്ഛൻ പറയുന്ന ബാക്കി വെച്ച് തരാം. അതായത് അച്ഛൻ പറഞ്ഞു വരുന്നത് ഓണം ഒരു ഹിന്ദു ആചാരമാണ്, നമ്മൾ എന്തിനു ആഘോഷിക്കുന്നു, അങ്ങനെയാണ് അച്ഛന്റെ ഉദ്ദേശം. ബാക്കിയും കൂടി കേൾക്കാം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഈ വാമനമൂർത്തിയുടെ രൂപം ഉണ്ടാക്കി വെച്ച് അവിടെ നിങ്ങൾ പൂക്കളമിട്ട് സദ്യ ഒരുക്കി കോടി ഉടുത്ത് പുത്തൻ വസ്ത്രം ധരിച്ച് ഈ വാമനമൂർത്തിയും അതോടൊപ്പം മഹാബലിയെയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ഇവിടെ വാമനമൂർത്തിയും ഓണത്തപ്പനും തമ്മിലൊക്കെയുള്ള ഓണാഘോഷത്തിന്റെ ബന്ധം ചിന്തിക്കുമ്പോൾ വാമന ജയന്തി ആഘോഷം എന്നുള്ളതും മഹാബലിയെ തിരിച്ച് സ്വീകരിക്കുന്നതിന്റെ ആഘോഷം എന്നുള്ളതും കാണാൻ പറ്റും. ചില ഗ്രൂപ്പുകളിലെ വീഡിയോകളിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഓണത്തിന് നൽകുന്നതായ ഈ ഇല വെച്ച് പൂവും മലരും അതുപോലെ തന്നെ അവലും ഒക്കെ വെച്ച് നിവേദിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ പിതൃബലി അർപ്പിക്കുന്ന രീതിയിൽ മഹാബലിയുടെ ആത്മശാന്തിക്കായിട്ട് ഒരു ആണ്ട് ബലി അർപ്പിക്കുന്ന ചടങ്ങാണ് എന്ന് ഞാൻ കാണുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങൾ ഓക്കെ, അച്ഛൻ പറഞ്ഞു വരുന്നത് ഓണം അതായത് ഈ പറയുന്ന ഹിന്ദുക്കളുടെ ഒരു വലിയൊരു ആചാരമാണ്, നമ്മൾ എന്തിനാഘോഷിക്കുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. ഞാൻ തൽക്കാലം ഈ അച്ഛൻ പറയുന്നത് സൈഡിൽ വെക്കുന്നില്ല. ഇനി അതായത് ചില സ്വാമിമാര് രംഗത്ത് വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് സ്വാമിമാർ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു യുവാവ്, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള യുവാവ് ചില കാര്യങ്ങൾ ഓണത്തെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ 2-3 സ്വാമിമാരും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അദ്ദേഹം പറയുന്നത് കേൾക്കാം. അതിലാണ് എല്ലാം വരുന്നത്. ഓക്കെ, ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായത് എങ്ങനെയാണ് എന്ന് നമ്മൾക്കറിയാമോ? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഹിന്ദുക്കൾ മാത്രമായിരുന്നു ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1969 പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുവരെയും തൃക്കാക്കരയിൽ വാമന ക്ഷേത്രത്തില് അത്തച്ചമയങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ട് സദ്യ ഉൾപ്പെടെയുള്ള കെങ്കേമമായ ഒരു ഉത്സവം, മഹോത്സവം തന്നെയായിരുന്നു ഓണാഘോഷം സ്വാതന്ത്ര്യത്തിന് മുൻപ്. എന്നാൽ ഇത് ആഘോഷിപ്പിക്കപ്പെട്ടിരുന്നത് മുഴുവൻ കൃത്യമായും ഒരു മതപരമായ ആഘോഷമായി തന്നെയായിരുന്നു. എന്നാൽ 1961 പട്ടം താണുപിള്ളയുടെ കാലത്താണ് ഇതൊരു മതപരമായ അല്ലാത്ത ദേശീയ ഉത്സവമായി ഇതിനെ മാറ്റുന്നത്. എന്നാൽ പട്ടം താണുപിള്ള സർക്കാർ 1961 ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന ജനങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ലായിരുന്നു. കാരണം ഹിന്ദുക്കൾ എല്ലാവരും ഏറ്റുപറഞ്ഞത് ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ആഘോഷമാണ് എന്നുള്ള രീതി. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഒരു ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് തന്നെ വലിയൊരു പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇത് മറ്റു രീതിയിലേക്ക് എങ്ങനെ ജനങ്ങളുടെ പിന്തുണ സ്വീകരിക്കപ്പെടാമെന്ന വിധത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നത്. പൂർണ്ണമായും മതപരമായ കാര്യങ്ങൾക്ക് അടിപ്പെട്ടു പോയ ഇത്തരം ഒരു വസ്തുത എങ്ങനെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാമെന്ന രീതിയിലാണ് സാംസ്കാരിക മാനം കൈവരിച്ചാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെ സ്വീകരിക്കൂ എന്ന് മനസ്സിലാക്കി സർക്കാർ 1980-കളിൽ EMS കെ കരുണാകരൻ പോലുള്ള അവരുടെ കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം വീണ്ടും നടത്തുവാൻ തീരുമാനിക്കുന്നത്. എന്താല്ലേ ഒരു ഓണത്തിന്റെ പിറകിൽ ഇങ്ങനെയൊക്കെ കഥകളുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഇതിനുവേണ്ടി അവർ കൈക്കൊണ്ട രീതി എന്ന് പറയുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അന്നത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത്തച്ചമയ ഘോഷയാത്രകൾ എല്ലാം ഇതിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ ഒരു സാംസ്കാരിക മാനം ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് കേരളത്തിന്റെ ഒരു ഉത്സവം എന്നോണം ഒരു പ്രതീതി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ അന്നത്തെ ഹിന്ദുത്വവാദികൾ ഒരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറാകാതിരുന്ന ഒരു സമയം കൂടി ആയിരുന്നത് കൊണ്ട് സർക്കാരിന്റെ അടുത്ത തലത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിയത് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതെങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു ചർച്ചയിലാണ്. അങ്ങനെയാണ് പാഠപുസ്തകങ്ങളിൽ ഇത് ഉൾപ്പെടുത്തുന്നത്. നമ്മളൊക്കെ സ്കൂൾ തലത്തിൽ പഠിച്ച കേരള പാഠാവലി പുസ്തകത്തില് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം 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 എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബുദ്ധിയിൽ ഇത് അവർ നിറയ്ക്കുകയാണ് ചെയ്തത്. ഓണം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ആഘോഷമല്ല എന്ന് പറയുമ്പോൾ മാവേലി എന്ന് പറയുന്ന ക്യാരക്ടർ ഇവിടെ നിന്നാണ് വരുന്നത്. അതൊരു മതത്തിന്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ, അതൊരു സാംസ്കാരിക ഉത്സവത്തിന്റെ മാത്രം ഭാഗമാണ് എന്നുണ്ടെങ്കിൽ, മാവേലി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വന്നതാണ്? ഞാനിതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഹൈന്ദവ പുരോഹിതരുടെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം.
എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോ. നിശ്ചയില്ലാത്ത അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാഗവതത്തിൽ ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും ശ്രവണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മ ദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്നതിന് പറയാ. ശ്രോണയാണ് ഈ ഓണായത്. അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്തം. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? നിത്യത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി. സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. ഈ വാമനാവതാരം ഉണ്ടായ ദിവസമായതുകൊണ്ട് വാമന ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ കൊണ്ടാടില്ലേ? നമ്മൾ നല്ല ഗംഭീരമായിട്ട് കൊണ്ടാടണില്ലേ? അതുപോലെ കൊണ്ടാടുന്ന ദിവസമാണ് ആര്? ഈ ഓണം. അത് 5 ദിവസം മുമ്പേ തുടങ്ങും ഭഗവാനെ. പ്രാധാന്യം കൊണ്ടേ അതാണ് ഈ ഭഗവാനെ പൂജിക്കുന്നതിന്റെ പ്രത്യേകത. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടിൽ ഈ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു വിളമ്പുന്നത്. വായിച്ച അർത്ഥമാണ് പ്രധാനപ്പെട്ട എല്ലാ ശ്ലോകങ്ങളും ചൊല്ലിയിട്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഭഗവാൻ വാമനമൂർത്തി രാജാവിന്റെ തലയിൽ കാല് വെച്ചു എന്ന് ആരെങ്കിലും കേട്ടുവോ? ചവിട്ടിന്നോ താഴ്ത്തിന്നോ കേട്ടുവോ? നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് ധരിച്ച വിഡ്ഢിത്തല്ലേ ഈ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് എന്ന്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സംഭവം. ബാക്കിയും കൂടി കേൾക്കാം. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇതിൻ്റെ അകത്ത് ഒരു മതത്തിന്റെ സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മതത്തിന്റെ സ്വാധീനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഹൈന്ദവ പുരോഹിതർ തന്നെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആഘോഷത്തിന്റെ, ഹൈന്ദവ മതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ആദ്യകാലങ്ങളിൽ. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരണത്തിൽ ഏർപ്പെടുന്ന 1961 പട്ടം താണുപിള്ള സർക്കാർ ഇതിനെ ഒരു വർണ്ണക്കടലാസിട്ട് പൊതിഞ്ഞിട്ട് പറഞ്ഞു, ഇത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്, എല്ലാവരും ഇത് ആഘോഷിക്കണം. അങ്ങനെ ആ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആ ജനത്തെ വീണ്ടും തുടരെ പഠിപ്പിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ അതിനൊരു ദേശീയ ഉത്സവമായി നമ്മൾ മാറ്റി. സത്യത്തിൽ ഇതിന്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഇതൊരു ഹൈന്ദവ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല, യാതൊരു മാറ്റവുമില്ല. ഓണാഘോഷത്തിന്റെ പിന്നിൽ ഒരു മതത്തിന്റെ സ്വാധീനമില്ല എന്നുണ്ടെങ്കിൽ തൃക്കാക്കരയിൽ എന്തിനായിരിക്കാം ഇത്ര വലിയൊരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടാവുക? ഒരു ഹൈന്ദവ പുരോഹിതന്റെ വാക്കുകൾ തന്നെ നമുക്ക് വീണ്ടും കേട്ടു നോക്കാം. എന്താണ് ഓണാഘോഷത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം? ഹിന്ദു സമൂഹം മറക്കരുത്, ശ്രീമദ് ഭാഗവത പുരാണത്തിലാണ് വാമനമൂർത്തിയെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച് തന്റെ ഭക്തനായ മഹാബലിയെ അനുഗ്രഹിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് നാം ഓണത്തെ കാണേണ്ടതും ആഘോഷിക്കേണ്ടതും. അതിന്റെ കൂടെ നിങ്ങൾ വടംവലികളും അതുപോലെ തന്നെ പുലികളികളും എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചോളൂ. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഉദ്ദേശ്യം മറക്കരുത്. ഓണസദ്യയും ഓണക്കോടിയും പൂക്കളവും എല്ലാം ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് നാം ആഘോഷിക്കുകയാണെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് മനസ്സിലാവും എന്തിനാണ് നാം ഓണം ആഘോഷിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, ഇപ്പൊ എന്തോ ആവട്ടെ, ഇപ്പൊ ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഉത്സവമാണ്. കുട്ടികൾക്കൊക്കെ എന്താ ഒരു പെരുന്നാൾ പോലെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പേഴ്സണലി ഓണം ആഘോഷിക്കൂടുന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയും കൂടി കേൾക്കാം. അതായത് ഓണം ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുലി കളിക്കുകയോ നിങ്ങൾ അത്തപ്പൂക്കളം ഇടുകയോ നിങ്ങൾ വടം വലിക്കുകയോ എന്ത് വേണേലും ചെയ്തു, പക്ഷെ ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അതായത് നമ്മളുടെ ഭഗവാൻ ഓണത്തിന് വാമനനായിട്ട് അവതരിച്ചു എന്നുള്ളത്, ആ സത്യം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കാര്യം തന്നെയാണ്. ഈ അവതാരം എടുത്തു എന്ന് പറയപ്പെടുന്നത് സത്യമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് അടുത്ത തലമുറയെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹവും പോലും പറയുന്നത്. ഓണം എന്ന് പറയുന്നത് ഒരു കാർഷിക ഉത്സവമാണ് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓണം നമ്മളെ സംബന്ധിച്ച് വെറും ഒരു കാർഷിക ഉത്സവം മാത്രമല്ല, ആ രീതിയിലാണ് നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നത്. പിന്നീടുള്ള ഒരു കഥയാണെങ്കിൽ 3 വരങ്ങൾ വാങ്ങിച്ച്, 3 അടി വരം വാങ്ങിച്ച് മഹാബലി എന്ന മഹാശ്രേഷ്ഠനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ആ പാതാളത്തിൽ നിന്നും അദ്ദേഹം വർഷം തോറും പ്രജകളെ കാണാൻ വരുന്നതിന്റെ ഉത്സവമായിട്ടാണ് ഈ മഹാബലി ചരിതവും ഓണാഘോഷവും നാം പറഞ്ഞിട്ടത്. ഇതെല്ലാം അസംബന്ധമായ കഥകളാണ്. ഇത് നമ്മുടെ പുരാണങ്ങളിൽ ഇല്ലാത്ത കഥകളാണ്.
മഹാബലി ഒരു അസുര ചക്രവർത്തിയായിരുന്നു. ഓക്കെ, സ്വാമിക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്, ബാക്കിയും കൂടി കേൾക്കാം. അപ്പോൾ പുരാണങ്ങളിലില്ലാത്ത, അതായത് വെറുതെ എവിടെയോ കേട്ട കുറേ കഥകൾ മാത്രം, കെട്ടുകഥകളുടെ പിന്നാലെയാണ് ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കിടക്കുന്നതെന്ന് പോലും ഞാൻ പറയുന്നതല്ല, ഇത് ഹൈന്ദവ പുരോഹിതർ തന്നെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആഘോഷത്തിൻ്റെ പിന്നിൽ ഒരു കാർഷിക ഉത്സവമായിട്ടാണ് അത് ആഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ചില രഹസ്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ആരൊക്കെയോ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓണം ഒരു വിളവെടുപ്പിന്റെ ഉത്സവമാണ്, അതുകൊണ്ടാണ് ആഘോഷിക്കുന്നതിന്റെ പേരിൽ അങ്ങനെ ഒരു ചരിത്രം, അങ്ങനെ ഒരു വശം കുറെ അധികം ആളുകൾ പറയുന്നുണ്ട്. വിളവെടുപ്പിന്റെ ഉത്സവമായി ഓണത്തെ മാറ്റിയത് എങ്ങനെയാണെന്ന് ആദ്യം ഞാനൊന്ന് പറയാം. അതായത് കർക്കിടക മാസത്തിലെ കരിമഴയ്ക്ക് ശേഷം വിളവെടുപ്പ് ആരംഭിക്കുകയായി. അങ്ങനെ വരുമ്പോൾ പുറം നാട്ടുകളിൽ നിന്ന് കപ്പൽ വഴി എത്തുന്ന വിദേശീയർ ഇവിടെ വന്നതിന് ശേഷം അവര് ഈ വിളകൾ സ്വീകരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ചിങ്ങമാസമാണ്, അതായത് ശ്രാവണ മാസം. പക്ഷേ അതിന് മുമ്പായിട്ട് കൊയ്ത്ത് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം 1 എന്ന് പറയുന്ന ദിവസം മലയാള മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ അതായത് കർക്കിടകത്തിന്റെ ആ കരിമേഘം എല്ലാം മാറി അന്ന് കൈനീട്ടം കൊടുത്തിട്ട് കർഷകരെ തന്റെ വരമ്പിലേക്ക് ഇറക്കി രാജാവ് അനുവാദം കൊടുക്കുകയാണ്, തുടങ്ങിക്കോ, നിങ്ങളുടെ നല്ല സമയം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കൈനീട്ടം കൊടുത്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വിളവ് എല്ലാം കൊയ്ത് കൊണ്ടുവന്ന് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ രാജാവ് ഇതെല്ലാം വിദേശികർക്ക് കൈമാറും. വിദേശികർ പകരം കൊടുക്കുന്നത് സ്വർണ്ണ നാണയങ്ങളാണ്. അങ്ങനെ അത് പൊന്നിൻ ചിങ്ങമായി മാറി. അതിനുശേഷം ഈ പൊന്നെ സ്വീകരിച്ച രാജാവ് തൻ്റെ പ്രജകൾക്ക് ആവശ്യത്തിലധികം കാർഷിക ഉൽപ്പന്നങ്ങളും അതുകൂടാതെ തന്നെ ഈ സ്വർണത്തിന്റെ നാണയമൊക്കെ കൊടുക്കുന്ന ആ ആഘോഷത്തിലേക്ക്, അതായത് ആദ്യകാലങ്ങളിൽ മേൽജാതിക്കാർ മാത്രമായിരുന്നു ഈ ഓണം എന്ന് പറയുന്ന വാമനന്റെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതായത് ഭഗവാനെ അത്രയധികം സ്നേഹിച്ചുകൊണ്ട് ഇവർ ചെയ്തിരുന്ന ഒരു ഉത്സവത്തെക്കുറിച്ച് മേൽജാതിക്കാർ മാത്രം ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. എന്നാൽ താഴ്ന്ന ജാതികൾക്ക് ഇതൊന്നും ആഘോഷിക്കാൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ രാജാവ് കൊടുത്തിരുന്ന ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങളും സ്വർണവുമൊക്കെ അവർ ചേർത്ത് വെച്ചിട്ട് അവരുടേതാകുന്ന രീതിയിൽ കുഞ്ഞു രീതിയിൽ അവർ വീടുകളിലൊക്കെ കാർഷിക വിളകൾ ചേർത്ത് വെച്ചിട്ട് ഭക്ഷണം ഒരുക്കി അവരും ആഘോഷിച്ചു തുടങ്ങി. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഭാഗം കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ആ താഴ്ന്ന ജാതികൾക്കിടയിൽ നിന്ന് പരന്ന ഒരു കാര്യമാണ് പൊന്നിൻ ചിങ്ങം അല്ലെങ്കിൽ പൊന്നോണം എന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ ഞാൻ ഈ പറഞ്ഞതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. കാരണം പുരാണങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരുന്നത് ചരിത്രങ്ങളെ മറയ്ക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. സീറോ മലബാർ ഡോക്ട്രിൻ ഓഫ് കമ്മീഷന്റെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു പഠനം പുറത്തു വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്: ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ അത് ഓണത്തിന്റെ മതപരമായിട്ടുള്ള ആഘോഷമായിട്ട് ആഘോഷിക്കാതെ ഒരു സാംസ്കാരിക ആഘോഷമായിട്ട് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒളിച്ചു കിടക്കുന്ന പല കാര്യങ്ങളും ഒരു സാധാരണ വിശ്വാസിക്ക് അല്ലെങ്കിൽ അത് വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ഇത്രയും നാൾ ആഘോഷിച്ചു വന്നതുപോലെ തന്നെ ആഘോഷിച്ചിരുന്നാൽ അതിന്റെ സാംസ്കാരിക ഉത്സവം തന്നെയായിട്ട് മുമ്പോട്ട് പോകുമോ? ഉദാഹരണത്തിന് അവിടെ മാവേലി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന പല വസ്തുതകളും അവിടെ വരുന്നുണ്ട്. സത്യത്തിൽ ഓണസദ്യ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഓണത്തിന് പൂക്കളം ഇടുന്നത് എന്താണോ എന്നുള്ളതിന് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. സാംസ്കാരികപരമായിട്ട് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ അനുമാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു കുഞ്ഞു സംശയം ചോദിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ചുറ്റുപാടെന്ന് പറയുന്നത് യൂറോപ്പാണ്. യൂറോപ്പിൽ അയർലൻഡിലാണ് ഞാൻ ഉള്ളത്. ഈ അയർലൻഡ് ചുറ്റുപാടിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഹാലോവീൻ എന്ന് പറയുന്നത്. 2020-22 കാലഘട്ടങ്ങളിൽ ആ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഹാലോവീൻ എന്ന് പറയുന്നത് ആഘോഷം എന്ന് പറയുന്നത് പൂർണ്ണമായും പൈശാചികമാണ്. എന്നാൽ ഇവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം സദ്യയും പായസവും കൊടുക്കും. ഇത് വളരെ പ്രസിദ്ധമാകാമെന്ന് സദ്യ കഴിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ പറയുന്നതല്ല, ഇത് ഹൈന്ദവ പുരോഹിതർ പറയുന്ന കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പൊ ശരിക്കും വാമന അവതാരമാണ് തിരുവോണം. വിഷ്ണു ക്ഷേത്രങ്ങളില് തിരുവോണോട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ കാലമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾ ചെയ്തു വരുന്ന ഒരു വഴിപാടാണ്. വെച്ചാൽ അതിഥിക്ക് പുത്രനായി ഭഗവാൻ വന്ന് അതിഥിയുടെ കുട്ടികളുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു കൊടുത്തു. നമുക്കും സന്തതിയില്ലാത്തവര് വിഷ്ണു ക്ഷേത്രങ്ങളിൽ തിരുവോണോട്ട് നടത്തി കുട്ടികൾക്ക് സദ്യയും പായസവും കൊടുക്കും. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാടാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സംഭവം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.